ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ 10-ാം വാർഡിൽ സാബു കുര്യാക്കോസ് കുഴിമണ്ണിൽ എന്ന വ്യക്തിയുടെ ഫാമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആ പ്രദേശത്തെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നിരന്തരമായ പരാതി ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയിലും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ചർച്ച ചെയ്യുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ആരോഗ്യവകുപ്പിലെ HI, പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പ്രസ്തുത വാർഡിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള വാർഡ് മെമ്പർ ഉൾപ്പെടെ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ആ സബ് കമ്മിറ്റി പ്രസ്തുത സ്ഥലത്ത് പോയിട്ട് അന്വേഷണം നടത്തുകയും ആ അന്വേഷണം നടത്താൻ പോയപ്പോണ്ടായ പ്രസ്തുത ഫാം ഉടമ ശ്രീ സാബു കുര്യാക്കോസ് കുഴിമണ്ണിൽ എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ മകനും കൂടി ആ സബ് കമ്മിറ്റി സംഘത്തെ ആ പരാതി എന്താണെന്ന് അന്വേഷിക്കാൻ പോയ സംഘത്തെ അത് സംസാരിക്കാൻ തയ്യാറാകാതെ ഒരു വഴക്കിലോട്ട് കലാശിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തകൾ വന്നിരുന്നു. അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മുൻ ഭരണസമിതി കാലത്ത് തന്നെ പ്രസ്തുത ഫാമിനെ സംബന്ധിച്ച് നിരവധിയായ പരാതികൾ പഞ്ചായത്ത് ലഭിച്ചിരുന്നു. മുൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ രമാദേവി ഉൾപ്പെടെയുള്ളവർ ആ ഭരണസമിതി കാലഘട്ടത്തിൽ അത് അനധികൃതമാണെന്നും അത് അടച്ചുപൂട്ടണമെന്നും രേഖാമൂലം കത്ത് നൽകുകയും അതിന് നിരവധിയായ സമയങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം പുതിയ ഭരണസമിതി നിലവിൽ വന്നപ്പോൾ പഞ്ചായത്ത് സാനിറ്റേഷൻ കമ്മിറ്റിക്ക് മുമ്പാകെയും പഞ്ചായത്ത് ഭരണസമിതിക്ക് മുമ്പാകെയും നിരവധിയായ പരാതികളാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സബ് കമ്മിറ്റി രൂപീകരിച്ച് അവിടെ പ്രസ്തുത വിഷയത്തിൽ ഇടപെടാൻ പോയത്. ആ വിഷയത്തിൽ ഇടപെടാൻ പോയപ്പോൾ സാബു കുര്യാക്കോസ് എന്ന ഫാം ഉടമ പഞ്ചായത്ത് സെക്രട്ടറിയോട് കയർക്കുകയും അദ്ദേഹത്തെ പിടിച്ച് തള്ളുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ആരോഗ്യ വിഭാഗം റിപ്പോർട്ട് ചെയ്തത് അശാസ്ത്രീയമായ മാലിന്യം സംസ്കരിക്കാനുള്ള യാതൊരു സംവിധാനം ഒരുക്കാതെയും ബയോഗ്യാസ് പ്ലാന്റുകൾ ഉൾപ്പെടെ ഈ പന്നി ഫാം നടത്തുന്ന നിരവധിയായ നടപടിക്രമങ്ങളുണ്ട്. അത്തരം നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ, ബയോഗ്യാസ് പ്ലാന്റുകൾ ഉൾപ്പെടെ ഒന്നും പാലിക്കാതെ മാലിന്യങ്ങൾ യാതൊരു ശാസ്ത്രജ്ഞമില്ലാതെ അവിടെ നിക്ഷേപിക്കുന്ന കാരണം സമീപവാസികളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന്. മറ്റൊന്ന്, കുടിവെള്ളം പോലുള്ള പ്രശ്നങ്ങൾ നിരവധിയായിട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ശുദ്ധമായ വായു പോലും ലഭിക്കാതെ ജനങ്ങൾ വളരെ ആശങ്കയോടുകൂടി ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ട് ജില്ലാ കളക്ടർക്ക് വരെ അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രസ്തുത സംഘം പരിശോധന നടത്തുകയും അതിന്റെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതിലുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ പാവപ്പെട്ട ഏതെങ്കിലും പ്രദേശത്ത് പന്നിഫാം നടത്തുന്ന അതിന്റെ ലൈസൻസ് എടുത്തുകൊണ്ട് പന്നിഫാം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് ഒരുപക്ഷെ പഞ്ചായത്ത് ഭരണസമിതിക്കുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെറുപുഴ ഭൂതാനം കോളനിയിൽ ബൈജു എന്ന് പറയുന്ന ഒരു കർഷകന് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെയൊക്കെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് സബ്സിഡി കൂടി സഹായമടക്കം ചെയ്തു കൊടുത്ത ഒരു പഞ്ചായത്താണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്. ഈ പ്രസ്തുത ഫാം എന്തെന്ന് വെച്ചാൽ നിരവധിയായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പകർച്ചവ്യാധി പോലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഗുരുതരമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫാം സന്ദർശിക്കുകയും അവിടെ എന്താണ് വേണ്ടതെന്ന് പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇത്തരം ഒരു സെക്രട്ടറിക്ക് നേരെ, HIക്ക് നേരെ ഒക്കെയുള്ളൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ പരിധിയിൽ ഇത്തരം പന്നിഫാം നടത്തുമ്പോൾ അതിന് നിരവധിയായ ലൈസൻസുകൾ എടുക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് വേണം. അതിനുശേഷം പഞ്ചായത്ത് നൽകുന്ന ഒരു ലൈസൻസ് വേണം. അതുപോലെ നിരവധി മാലിന്യ പ്ലാന്റുകളൊക്കെ അടക്കം സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ഇത്തരം നൂറുകണക്കിന് പന്നികളെ വളർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നുള്ളതാണ് അവിടുത്തെ നിജസ്ഥിതി. പക്ഷെ ഇത്തരം യാതൊരുവിധ ലൈസൻസോ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസോ, പഞ്ചായത്തിന്റെ ലൈസൻസോ അല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റുകളോ ഒന്നുമില്ലാതെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ മാലിന്യ സംസ്കരണം അടക്കം നടത്താതെ ഇത്തരം അശാസ്ത്രീയമായ രീതിയിൽ പ്ലാന്റുകൾ നടത്തുന്നവർക്കെതിരെ പഞ്ചായത്ത് കർശന നടപടി സ്വീകരിക്കും. അതിന് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും അക്രമം ചെയ്യുന്ന നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് നിയമവ്യവസ്ഥയോടുള്ള ലംഘനമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി പരാതി കൊടുക്കുകയും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അതിന് നിയമപ്രകാരമുള്ള ആക്ഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഈ പ്രദേശത്ത് നല്ല രീതിയിൽ ഫാമുകൾ നടത്തുന്ന മറ്റു കർഷകരോടുകൂടിയുള്ള വെല്ലുവിളിയായിട്ടാണ് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് പറയാനുള്ളത്,
നിയമം ആരും കയ്യിലെടുക്കാൻ അനുവദിക്കാൻ പാടില്ല. നിയമപ്രകാരമായ രീതിയിൽ ബയോഗ്യാസ് പ്ലാന്റ് ഉൾപ്പെടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നല്ല രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇത്തരം ഫാമുകൾ നടത്തണം എന്നാണ് ഇതിനെപ്പറ്റി പഞ്ചായത്ത് ഭരണസമിതിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി 8ാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി. ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റിംഗ്, ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനൊത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു. സിനായി പ്രിന്റേഴ്സ് ID കാർഡ്, വെഡ്ഡിംഗ് കാർഡ്, മഗ് പ്രിന്റിംഗ്, ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു. പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.